നമസ്കാരം. ഇറാനികൾ അടിമകളല്ല, ട്രംപ് രാജാവുമല്ല. ഇറാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിച്ചേക്കും. വർഷങ്ങളോളം ഉപരോധങ്ങളും ഭീഷണികളും സൈനിക സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് മുട്ടിക്കുത്തിക്കാമെന്ന് കരുതിയ ഇറാൻ ഇന്ന് പഴയ ഇറാനേ അല്ല. സ്വന്തം രാജ്യത്തെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കുവാൻ ഏത് നിമിഷവും എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയാണ് ഇന്ന് അവിടെ ഉള്ളത്. ഇറാനികൾ അടിമകളല്ല, ട്രംപ് രാജാവുമല്ല. വേണ്ടി വന്നാൽ ഇറാൻ ഇസ്രായേലിനെതിരെ ആണവായുധം അടക്കം പ്രയോഗിക്കേണ്ടി വരും. കാരണം ആണവായുധം ഇറാൻ കൈക്കലാക്കിയിരിക്കുന്നു. 4.6 തീവ്രതയുള്ള ഭൂചലനത്തിന് പിന്നിലെ നിഗൂഢതയെ ഭയന്ന് അമേരിക്കയും ഇസ്രായേലും അന്തം വിട്ടു നിൽക്കുന്നു. ഒടുവിൽ ലോകം വർഷങ്ങളായി ഭയന്നിരുന്ന ആ നിമിഷം സംഭവിച്ചു എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കയും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും പതിറ്റാണ്ടുകളായി സംശയത്തോടെയും ആശങ്കയോടെയും നിരീക്ഷിച്ചിരുന്ന ഇറാന്റെ ആണവ പദ്ധതികൾ ഒടുവിൽ നിർണായക ഘട്ടത്തിൽ എത്തിയോ എന്നുള്ള സംശയം ഉണ്ടാകും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദികളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരെ എത്തുന്ന ചർച്ചയാകുന്നത്. കാരണം ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാനിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ലോകമെമ്പാടും പുതിയ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സാധാരണ ഭൂകമ്പമോ അതോ രഹസ്യ ആണവ പരീക്ഷണത്തിന്റെ മറവിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മെയ് 12 രാത്രിയാണ് ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനും സമീപ പ്രദേശങ്ങളും ശക്തമായിട്ടുള്ള ഭൂചലനം അനുഭവപ്പെട്ടത്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം ഭൂകമ്പം ഏകദേശം 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ടെഹ്റാനും അവിടെ തന്നെ മസന്തരൻ പ്രവശ്യകൾക്കും ഇടയിലെ നിരന്തരമായിട്ടുള്ള നിരവധി പ്രദേശങ്ങളിൽ ഭൂകമ്പം വല്ലാതെ അനുഭവപ്പെട്ടായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഭൂമഹീൻ ഉൾപ്പെടെയുള്ള സമീപ പട്ടണങ്ങളിലെ ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി തെരുവുകളിൽ ഒത്തുകൂടുകയും അങ്ങനെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം വലിയ നാശനഷ്ടങ്ങളോ മരണങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള IRIB ഭൂകമ്പത്തിന് ശേഷം വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി അറിയിക്കുന്നുണ്ട്. പക്ഷേ സംഭവം ഇതോടെ അവസാനിച്ചിട്ടില്ല. ഭൂചലനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ഒരു സംശയം ഉയർന്നു. ഇത് യഥാർത്ഥത്തിൽ ഭൂകമ്പം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇറാൻ രഹസ്യമായി നടത്തിയ ആണവ പരീക്ഷണത്തിന്റെ ആഘാതമാണോ? ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നുമില്ലെങ്കിലും ഈ ചോദ്യം നിമിഷങ്ങൾക്കുള്ളിൽ ആഗോള ചർച്ചയായി മാറുകയായിരുന്നു. കാരണം വർഷങ്ങളായി ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് അമേരിക്കയും ഇസ്രായേലും ഉയർത്തുന്ന മുന്നറിയിപ്പുകളും ആരോപണങ്ങളും ഇപ്പോഴും ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സംഘർഷ വിഷയങ്ങളിലൊന്നാണ്. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ പുതിയതല്ല. ഇറാൻ അവരുടെ ആണവ പദ്ധതി സമാധാനപരമായിട്ടുള്ള ഊർജ്ജ ആവശ്യങ്ങൾക്കായാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അത് രഹസ്യമായി ആണവായുധ വികസനത്തിലേക്കുള്ള നീക്കമാണ് എന്ന് ആരോപിച്ചു വരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇറാനിലുണ്ടായ ഭൂചലനം പുതിയ സംശയങ്ങൾക്കിടയാക്കിയിരിക്കുന്നത്. ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ പലപ്പോഴും ചെറിയ ഭൂചലനങ്ങളായി രേഖപ്പെടുത്താറുണ്ട് എന്ന ചരിത്രം തന്നെ ഈ ചർച്ചകൾക്കൊരു ഊർജമായി മാറിയെന്നുള്ളതാണ്. അതേസമയം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഭൂകമ്പം ഒരു സ്വാഭാവിക ഭൗമശാസ്ത്ര സംഭവമാകാമെന്ന് വിദഗ്ധർ വിലയിരുത്തപ്പെടുമ്പോഴും ഇറാൻ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടും ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണം രാജ്യത്ത് പതിവായിട്ട് ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ വർഷം മാർച്ചിലും തെക്കൻ ഇറാനിലെ ഗറാഷ് മേഖലയിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴത്തെ സംഭവത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇതിനെ സാധാരണ ഭൂകമ്പത്തിൽ നിന്ന് ആഗോള സംശയത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ പരാമർശങ്ങളും ഈ ചർച്ചകൾക്ക് കൂടുതൽ ചൂടേകുകയാണ്. ചൈനയിലേക്കുള്ള നയതന്ത്ര യാത്രയ്ക്ക് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇറാനെ ഒരു ആണവായുധ ശക്തിയാക്കാൻ അനുവദിക്കില്ല എന്ന തന്റെ പഴയ നിലപാട് ട്രംപ് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. അതായത് ഇറാനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് എന്നും അവർക്ക് ആണവായുധം ഉണ്ടാകില്ല എന്നുമായിരുന്നു ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യതകളെക്കാൾ വലിയ വിഷയം ഇറാന്റെ ആണവശേഷിയാണ് എന്ന് കൂടി അദ്ദേഹം തുറന്നു പറയുകയാണ്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു കാര്യമാണ്. ഈ യുദ്ധം ഇത്രയും നീളുമെന്നും ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അമേരിക്കൻ ഭരണകൂടം ആദ്യഘട്ടത്തിൽ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഇറാന്റെ സൈനിക തന്ത്രപരമായിട്ടുള്ള ശേഷിയെ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും വലിയ തോതിൽ കുറച്ചു കാണിച്ചു എന്ന വിമർശനമടക്കം ശക്തവുമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സമ്മർദ്ദത്തിലാക്കി ഇറാനെ മുട്ടുമടക്കിക്കാം എന്ന കണക്കുകൂട്ടലായിരുന്നു അമേരിക്കയും ഇസ്രായേലും എന്നാണ് പല വിശകലനമാണ് ചെയ്യുന്ന വിദഗ്ധരുടെയും വിലയിരുത്തൽ എന്ന് പറയുന്നത്. പക്ഷെ സംഭവിച്ചത് അതിന്റെ നേർ വിപരീതമായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടും മേഖലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടും ആഗോള എണ്ണ വിപണിയെ വരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടും ഇറാൻ തങ്ങൾ കരുതിയതിലും ശക്തമായിട്ടുള്ള എതിരാളികളാണ് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇറാനിലുണ്ടായ ഭൂചലനവും ആണവ പരീക്ഷണ സംശയങ്ങളും വരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്കുള്ളിലെ ആശങ്കയും വർദ്ധിക്കുകയാണ്. കാരണം യുദ്ധം വെറും സൈനിക ഏറ്റുമുട്ടലിൽ ഒതുങ്ങുന്നില്ല എന്ന
ഇപ്പോൾ ആണവ ഭീഷണിയുടെയും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെയും ദിശയിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഭയം കൂടി ശക്തമാവുകയാണ്. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇപ്പോഴത്തെ ഭൂചലനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കൂടുതൽ രാഷ്ട്രീയ നിറം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഫെബ്രുവരി അവസാനം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സംയുക്ത സൈനിക ആക്രമണം ആരംഭിച്ചതിനു ശേഷം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി മാറിയിരുന്നു. അപ്പൊ ഇതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനം ഇറാൻ തടഞ്ഞത് ആഗോള വിപണികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു എന്നതാണ്. ലോക എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% ദിവസേന കടന്നു പോകുന്ന ഒരു പാതയാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയപ്പെടുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയും ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം യുദ്ധം ആരംഭിച്ച് 74 ദിവസങ്ങളിൽ മാത്രം അമേരിക്കയ്ക്ക് $29 ബില്യൺ നഷ്ടമുണ്ടായതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇത് യുദ്ധോപകരണങ്ങളുടെയും സൈനിക സംവിധാനങ്ങളുടെയും നഷ്ടം മാത്രമാണ്. സൈനിക താവളങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾക്കും സംഭവിച്ച നാശനഷ്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി പറയട്ടെ. അതേസമയം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെത്ത് $1.5 ട്രില്യൺ അധിക പ്രതിരോധ ചെലവ് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ ഭൂചലനം കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് യുദ്ധവും സാമ്പത്തിക ഉപരോധങ്ങളും തുടരുമ്പോൾ മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതികൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ച് തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകുന്ന സാഹചര്യത്തിൽ ഭൂചലനവുമായി ബന്ധപ്പെട്ട ഓരോ വിവരവും ഇപ്പോൾ വളരെ സസൂക്ഷ്മമായി പരിശോധിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ഇപ്പോൾ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വർഷങ്ങളോളം ഉപരോധങ്ങളും ഭീഷണികളും സൈനിക സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് മുട്ടുകുത്തിക്കാമെന്ന് കരുതിയ ഇറാൻ ഇന്ന് പഴയ ഇറാൻ അല്ല എന്നുള്ളത്. സ്വന്തം രാജ്യത്തെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കുവാൻ ഏത് നിമിഷവും എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ ജനതയാണ് ഇന്ന് അവിടെ ഉള്ളത് എന്ന്. അത് വെറും ഇറാന്റെ സൈന്യം മാത്രമല്ല, തെരുവുകളിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളിൽ നിന്ന് വിപ്ലവ ഗാർഡുകൾ വരെ അവിടെ ഉണ്ട് എന്നുള്ളത്. രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഓരോ നിമിഷത്തിലും ഒരേ മനസ്സോടെ മുന്നിൽ നിൽക്കാൻ തയ്യാറായ ഒരു വലിയ ശക്തിയാണ് ഇറാനും ഇറാനികളും. അതിനാലാണ് ഇന്ന് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ആശങ്ക ഉയരുന്നത്. കാരണം ഇസ്രയേലുകളെക്കാൾ അപകടകാരിയായത് ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. നിരന്തര സമ്മർദ്ദങ്ങൾക്കിടയിലും തകർന്നു പോകാതെ ഓരോ ആക്രമണ ഭീഷണിയെയും കൂടുതൽ ശക്തിയോടെ നേരിടാൻ തയ്യാറാകുന്ന ഇറാനെ തന്നെയാണെന്ന് അമേരിക്കയും ഇസ്രായേലും ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും വരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഇറാന്റെ ആയുധ ശേഖരത്തെ മാത്രമല്ല, മറിച്ച് ഒരിക്കലും പൂർണ്ണമായി കീഴടങ്ങാൻ തയ്യാറാകാത്ത ഇറാനികളുടെ മനോവീര്യത്തെയാണ്. കാരണം ചരിത്രം വീണ്ടും തെളിയിച്ച ഒരു സത്യമുണ്ട്. സ്വന്തം മണ്ണിനെയും സ്വാഭിമാനത്തെയും കാക്കാൻ എഴുന്നേൽക്കുന്ന ജനതയെ ഒരു ശക്തിക്കും എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയില്ല എന്ന്. ഇന്നത്തെ പശ്ചിമേഷ്യയിൽ ആ സന്ദേശത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. ഇവിടെ ഇറാനികൾ എന്ന് പറയപ്പെടുന്ന ഒരിക്കലും ആരുടെയും അടിമകളല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകരാജാവാകാൻ വേണ്ടിയിട്ട് ട്രംപ് ശ്രമിക്കുകയും വേണ്ട. ഇറാൻ എന്ന് പറയപ്പെടുന്ന അത്രത്തോളം ആണവായുധം പ്രയോഗിക്കാൻ കഴിവുള്ളവരാണ് എന്നുള്ള തിരിച്ചറിവ് വന്നതോടുകൂടി ഇസ്രായേലും അമേരിക്കയും ഞെട്ടിയിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേലിനെതിരെ ആണവായുധം ഏത് നിമിഷം വേണമെങ്കിലും പ്രയോഗിക്കുകയും ചെയ്യും. അത് ഇസ്രായേലിനെതിരെ മാത്രമായിരിക്കില്ല, ട്രംപിന്റെ അമേരിക്കയ്ക്കെതിരെയും പ്രയോഗിക്കുവാൻ ഇറാൻ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.